എന്തൊക്കെയുണ്ട് മക്കളെ? ദ ഒഡീസി ഇംഗ്ലീഷ് മൂവി ഉണ്ടല്ലോ, അത് കണ്ടു വന്നാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ 12 ആവാനാണ്. അപ്പം പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാൻറ്റസിയാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ ചരിത്രം അറിഞ്ഞിട്ട് പോയാലേ പടം കാണുമ്പോൾ ഒരു ഹരം ഉണ്ടാവുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഈ ഒഡീസി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പുരാതന കഥയിലെ ഹീറോയുടെ പേരാണ് ഒഡീസി. ഹോമർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ഗ്രീക്ക് പുരാതന കവി. അയാൾ ഭയങ്കര ഫേമസാണ്. അപ്പോൾ അയാൾ ലയൻ അങ്ങനെ എന്തോ പറയുന്നൊന്നും. പിന്നെ ഈ ഒഡീസിയും ഇങ്ങനെ ഈ 2 കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒഡീസി എന്ന് പറയുന്നത് 24 ബുക്കായിട്ട് ഉണ്ടായ ഒരു കഥയാണ്, പുരാതന കഥയാണ് കേട്ടോ ഈ കവിയുടെ. അപ്പോൾ ഭയങ്കര ഫേമസാണ്. അപ്പോൾ ഈ ചങ്ങായി ഹോമർ എന്നയാളുടെ പേര്, ഹോമർ, ഗ്രീക്ക് പുരാതന കവി. അപ്പോൾ അയാൾ എഴുതിയ ഒരു കഥയാണ് ഒഡീസി. അപ്പോൾ ഈ ഒഡീസി എന്ന് പറയുന്ന ഒരു ഹീറോ ആണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഇതാണ്, ഒരു ഗ്രീക്കും ടർക്കിയും തമ്മിലുള്ള ഒരു യുദ്ധത്തെ പറ്റി എഴുതിയൊരു കഥയാണിത്. അപ്പോൾ ഈ ഒഡീസി എന്ന് പറഞ്ഞ ചങ്ങായിയുടെ 10 കൊല്ലത്തെ യാത്ര, യുദ്ധസംബന്ധമായ. അപ്പോൾ ആ യാത്രയിൽ അനുഭവിച്ച പല ദുർഘടഘട്ടങ്ങളും പല അനുഭവങ്ങളും അതെല്ലാം അടങ്ങിയ ഒരു കഥയാണിത്. 24 ബുക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിട്ട് എഴുതിയാണ്. അപ്പോൾ ട്രോയ് എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ടർക്കിഷ് മിലിറ്ററി, അവരാണ് ട്രോയ് എന്ന് പറയുന്നത്, ട്രോജൻ വാർ. അപ്പോൾ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗ്രീക്ക് എന്ന് പറയുന്നത് ഭയങ്കര മിത്താണല്ലോ, ഗ്രീക്കിയുടെ പുരാതന കഥയൊക്കെ നല്ല രസമാണ്. എന്ന് പറഞ്ഞാൽ കുറേ ഇവർ ഈ ഭയങ്കരം അന്ധവിശ്വാസത്തെ നമ്മളെ നാട്ടിലെ ഇന്ത്യക്കാരൊക്കെ, നമ്മളെ നാട്ടുകാരൊക്കെ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ പല മിത്തിലും. എന്ന് പറയുന്നത് ഗ്രീക്ക് ഭയങ്കര മിത്തിൻ്റെ ഒരു കലവറാണ് ഗ്രീക്കുകാർ. അപ്പോൾ പണ്ടത്തെ പുരാതന കഥകളൊക്കെ പറഞ്ഞാൽ മൊത്തം ഫാൻറ്റസിയൊക്കെ ചേർത്ത കഥ. ഗ്രീക്ക് ദൈവം, കുറേ ഗ്രീക്ക് ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തി ഉള്ള ഒരു കഥയാണ് ഈ ചങ്ങായി എഴുതിയ കഥ. ഹോമർ എന്ന് പറഞ്ഞ ചങ്ങായി എഴുതിയ ഈ ഒഡീസി എന്ന ഹീറോനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒഡീസി ഹീറോയും ഈ തുർക്കിക്കെതിരെ നടന്ന യുദ്ധത്തെ പറ്റിയുള്ളൊരു കഥ. അതാണ് ഈ ഒഡീസി. ഒഡീസിയാണ് അയാളുടെ പേര്, ആ ഹീറോൻ്റെ പേര്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കൊല്ലത്തെ യാത്രയുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് കഥ. അപ്പോൾ അതിനിടയിൽ കുറേ മിത്തുകൾ ഒക്കെ അടങ്ങിയ കുറേ. അപ്പോൾ അത് ബുക്ക് വായിക്കുമ്പോൾ നല്ല രസം. ഞാൻ വായിച്ചില്ല, ഭയങ്കര രസം, ഭയങ്കര ഫേമസ് ബുക്കാണിത് ഒഡീസി. അങ്ങനെ വായിക്കുന്നതൊക്കെ നല്ല പല അനുഭവങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ പടം അതേപോലെ മായാജാലം ചേർത്ത് എടുത്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളൻ അല്ല അയാൾ പേരില്ലേ, ഡയറക്ടർ പേര്. അപ്പോൾ മൂപ്പർ ഈ കഥ വായിക്കുമ്പോൾ അതേപോലെ എടുത്തിട്ടുണ്ട് പടം. കുറേ മായാജാലങ്ങളൊക്കെ ചേർത്തി, കുറേ മിത്തുകളൊക്കെ ചേർത്തി. പിന്നെ കാരണം ഗ്രീക്ക് കഥകൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, മൊത്തം പല ഇതാണ്, സാങ്കല്പിക കഥാപാത്രങ്ങളൊക്കെ അടങ്ങിയ ഒരു കഥയാണ് ഗ്രീക്ക് കഥകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഏതാണ് പടം, ഒഡീസി അല്ലേ, ഒഡീസി മൊത്തം അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ 10 കൊല്ലത്തെ യാത്രയിൽ അയാൾ അനുഭവിച്ച കുറേ മിത്തുകളും കുറേ സാങ്കല്പിക കഥാപാത്രങ്ങളൊക്കെ അടങ്ങിയ. അപ്പോൾ അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് ചങ്ങായി.
എന്നാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ പറയാൻ. കാരണം ചിലർക്ക് ഇഷ്ടാവില്ല ഞാൻ പറയുന്നത്. മൊത്തം ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറേ കാർട്ടൂൺ പടം കാണുമ്പോൾ എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഈ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ ആ പടം. കാരണം ആ കഥ അങ്ങനെയാണ്. ചങ്ങയുടെ 10 കൊല്ലത്തായി ഗ്രീക്ക് പുരാതന കഥയിൽ ഇതൊക്കെ അടങ്ങിയ ഒരു കഥയാണ്, മിത്തുകളൊക്കെ അടങ്ങിയ. അപ്പോൾ അതേപോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തിയേറ്റർ ഫുള്ളാട്ടോ. ഞാൻ കാണാൻ വേണ്ടി പോയപ്പോൾ തിയേറ്റർ ഫുള്ളാണ്. അപ്പോൾ സംഭവം അതാണ് പടം. അത് ആ ചരിത്രം, ആ ഗ്രീക്ക് പുരാതന കഥ മനസ്സിൽ വെച്ചിട്ട് കാണാൻ പോയാൽ പടം ഇഷ്ടാവും. അല്ലാതെ നമ്മൾ ഈ സാധാ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു യാഥാർത്ഥ്യമായിട്ട് കണക്റ്റ് ചെയ്യാൻ പോയാൽ പടം തീരെ ഇഷ്ടാവില്ല. കാരണം യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല. ഈ പടം മൊത്തം മിത്താണ്, മൊത്തം സാങ്കല്പിക കഥാപാത്രങ്ങളൊക്കെയാണ് മൊത്തം. കണ്ടാൽ ചിലപ്പോൾ ബോറൊക്കെ അടിച്ചു പോകും. അപ്പോൾ ഈ ഗ്രീക്ക് പുരാതന കഥ മനസ്സിൽ വെച്ച് ഈ ചങ്ങായി ഹോമർ എന്ന് പറയുന്ന ഒരു കവി എഴുതിയ കഥയാണ്. അപ്പോൾ ആ കഥ വായിക്കുമ്പോഴായിട്ട് പടം കാണുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും പടം. കാരണം ഈ ചങ്ങായിൻ്റെ 10 കൊല്ലത്തെ യാത്രയിലുള്ള കുറേ അനുഭവങ്ങൾ പല ഈ തുർക്കിക്കാർ തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റിയുള്ള കഥയാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ അവരെ തോൽപ്പിച്ചിട്ട് ചങ്ങായി തിരിച്ചു വരാണ്. ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ ഈ തുർക്കിക്കാർ അഗേൻസ്റ്റുള്ള. ഇപ്പോഴും ആ ചരിത്രം യുദ്ധം നടന്നിട്ടുണ്ടാവും, യാഥാർത്ഥ്യം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ മിത്തക്കാരാൾ ഗ്രീക്കുകാർ കുറച്ച് മസാലയൊക്കെ ചേർത്ത് എഴുതിയ കഥയാണ്. പക്ഷേ സത്യത്തിൽ യുദ്ധം നടന്നിട്ടുണ്ടാവും. ഗ്രീക്ക് ജയിച്ചിട്ടുണ്ടാവാം, തുർക്കിക്കാർ തോറ്റിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴും ഗ്രീക്കും തുർക്കും നല്ല ടേംസിലല്ല. ഇപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും ഇതാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെ. അപ്പോൾ സൈപ്രസിൻ്റെ ഒരു ഭാഗം ഗ്രീക്കിൻ്റെ അടുത്താണ്, അപ്പുറത്തെ ഭാഗം തുർക്കിൻ്റെ അടുത്താണ്. ഇപ്പോഴും അവർ പരസ്പരം ഭയങ്കര ടഗ് ഓവറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒഡീസി. ഇതേ ഉള്ളൂ കഥ, ഇത്രേ ഉള്ളൂ. ഒരു സാങ്കല്പിക കഥാപാത്രം ഇങ്ങനെ കാണാം. പക്ഷേ എനിക്കിതുപോലെ പടം തീരെ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതുപോലെ അല്ല കേട്ടോ. ഈ സാങ്കല്പിക കഥാപാത്രത്തിലുള്ള പടം ഞാൻ മൊത്തം ഒഴിവാക്കലാണ്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല ആദ്യം. അത് വെറുതെ ഒരു പടം ഇങ്ങനെ കണ്ടിരിക്കുക, ടൈം പാസിന് പോവുക. പക്ഷേ ഇതാണ് എന്തൊക്കെയോ കാർട്ടൂൺ കഥാപാത്രം പോലെ എന്താ ചെയ്യുക. പക്ഷേ ഒഡീസി ഈ കഥ ഭയങ്കര ഫേമസാണ്. 24 ബുക്ക് എഴുതിയിട്ടുണ്ട് ചങ്ങായി ഈ ഒഡീസിനെ പറ്റിയിട്ടുള്ള. ഭയങ്കര ഫേമസാണ് ചങ്ങായി, ഭയങ്കര ഫേമസ് ചങ്ങായി ഹോമർ എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാതന കവി. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് കണ്ടോക്കട്ടോ, രസമുണ്ടാവും. പിന്നെ നല്ല മൊത്തം ഗ്രാഫിക്സാട്ടോ, കുറേ ഗ്രാഫിക്സാണ്. ഈ നമ്മൾ എന്തോ ഒരു അഡ്മയറൊക്കെ നല്ലൊരു ആരാധനയോടെ കാണുന്ന ആൾക്കാരുണ്ട്. മറ്റേ ഇതൊക്കെ എന്ന് വിചാരിച്ച് കാണുന്ന ആൾക്കാർ അങ്ങനെ കണ്ടാൽ ഇത് വലിയൊരു രസമൊന്നും തോന്നില്ല. ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് കണ്ടാൽ ഭയങ്കര സംഭവമായിരിക്കും. ഗ്രാഫിക്സാണ് മൊത്തം സംഭവം. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമായില്ല. പക്ഷേ വേൾഡ് ഫുൾ ഹിറ്റാണ്. ഇപ്പോൾ UK ഞാൻ കണ്ടത്, UK തിയേറ്റർ ഫുള്ളാണ്. കുറേ ഷോ ഉണ്ട്, ഫുള്ളാണ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവാം, കഥ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു മിത്തായിട്ട് കാണാൻ വന്നു. പക്ഷേ ഇതാ കഥ, സംഭവം ഇതാണ് കേട്ടോ. സംഭവമായിട്ടൊന്നും കാണാൻ വേണ്ട, ഇതേപോലെ ഒരു മിത്ത്, ഗ്രീക്ക് സ്റ്റോറി ഒരു മിത്തായിട്ട് കാണാൻ പോയാൽ മതി. എന്നാൽ ശരി, ഓക്കെ.